തലസ്ഥാന നഗരിയുടെ തലയെടുപ്പാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറി. ഗതകാല പ്രതാപത്തിൻ്റെ പ്രതീകങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും ക്ഷേത്രത്തിനരികിലും പരിസരങ്ങളിലുമായി നിലകൊള്ളുന്നു. രഥചക്രമുരുണ്ട ഇവിടുത്തെ രാജവീഥികൾക്കിരുവശവും ഒരു നൂലിൽ കൊരുത്തിട്ട പൂക്കൾ പോലെ നിരനിരയായി പുരാതന രീതിയിൽ പണിതീർത്ത മനോഹരമായ വീടുകൾ കാണാം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ബ്രാഹ്മണ സമൂഹത്തിൻ്റെ വാസസ്ഥലമാണ് അഗ്രഹാരങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അഴകുള്ള വീടുകൾ. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കൃതിയുടെ അടയാളങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈതൃകത്തിൻ്റെ അവശേഷിപ്പുകളും കൂടിയാണ് ഇവ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് സ്ഥലം ദാനമായി കൊടുത്ത് താമസിപ്പിച്ചു എന്നാണ് ചരിത്രം. അത് കാരണം കേരള വാസ്തുകലയിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ അഗ്രഹാരങ്ങളുടെ നിർമ്മിതി. ദീർഘ ചതുരാകൃതിയിലാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഇടനാഴിയും അതിൻ്റെ വശങ്ങളിൽ മുറികൾ വരുന്ന രീതിയിലാണ് നിർമ്മാണം. ചില വീടുകളിൽ നടുമുറ്റവും പശുത്തൊഴുത്തും ഉണ്ടാകും. ഇരുനില വീടുകളിൽ മുകളിൽ കയറുന്നതിന് അകത്തു നിന്നും ചെറിയ ഏണിപ്പടികളും ഉണ്ടായിരിക്കും. വെട്ടുകല്ലും തടിയും മണൽ, കുമ്മായം, ശർക്കര എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതവുമാണ് നിർമ്മാണ വസ്തുക്കൾ. അഗ്രഹാരത്തിൻ്റെ അഴക് കൂട്ടുന്ന മറ്റൊരു ഘടകമാണ് മുൻ വാതിലിന് ഇരുവശവുമുള്ള ചെറിയ തിണ്ണകൾ. അടുക്കളപ്പണികൾ തീർത്ത ശേഷം അയൽക്കാരായ സ്ത്രീകൾ തമ്മിൽ വീട്ടുവിശേഷങ്ങളും നാട്ടുകാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും ജോലി കഴിഞ്ഞെത്തുന്ന പുരുഷന്മാർ വൈകുന്നേരങ്ങളിൽ വെടിവട്ടങ്ങളും ലോക കാര്യങ്ങളുമായി ഒത്തുകൂടുന്നതും ഇവിടെയാണ്. പ്രഭാതഗീതങ്ങൾ കേട്ടുണരുന്ന തെരുവുകളും അരിപ്പൊടിക്കോലങ്ങൾ എഴുതിയ പാതയോരങ്ങളും അമ്പലമണികളും പൂജാമന്ത്രങ്ങളും മുഴങ്ങുന്ന ക്ഷേത്രങ്ങളും അഗ്രഹാര കാഴ്ചകളുടെ അനിർവചനീയമായൊരു ലോകത്ത് നമ്മെ കൊണ്ടെത്തിക്കും. ക്ഷേത്ര പരിസരം കൂടാതെ അട്ടക്കുളങ്ങര, കരമന, വലിയശാല എന്നിവിടങ്ങളിലും അഗ്രഹാരങ്ങളുണ്ട്. ചന്ദനത്തിരിയും കർപ്പൂരവും കുന്തിരിക്കവും മണക്കുന്ന ഇവിടുത്തെ അഗ്രഹാര തെരുവുകളിലൂടെ നടന്നാൽ ശുദ്ധ സംഗീതത്തിൻ്റെയും വേദമന്ത്രോച്ചാരണങ്ങളുടെയും അലയൊലികൾ കേൾക്കാം. കാലമേറെ കഴിഞ്ഞിട്ടും പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെയുള്ളവർ ഇന്നും മുറതെറ്റാതെ തുടർന്നു വരുന്നു. വേറിട്ട ഭക്ഷണ സംസ്കാരവും ജീവിത രീതികളും നിലനിൽക്കുന്ന ഇവിടം എല്ലാ ആധുനിക ആഡംബര ജീവിത സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിന് മധ്യത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. ചുറ്റുമുള്ള നിറ കാഴ്ചകളിൽ ഭ്രമിക്കാതെ പുതിയ തലമുറയും പാരമ്പര്യം പിന്തുടരുന്നു. അഗ്രഹാരങ്ങളിലെ വീടുകൾക്ക് മുന്നിലും പിന്നിലുമായി 2 ചുവരുകളാണ് ഉള്ളത്. മറ്റ് 2 ചുവരുകൾ ഇടവും വലവുമുള്ള വീടുകളായി പങ്കിടുകയാണ്. ഒടുക്കവും തുടക്കവുമുള്ള വീടുകൾക്കാകട്ടെ 3 ചുവരുകളും. ഇതുമൂലം സഹകരണത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കൂടി അടയാളമായി മാറുകയാണ് വേലിയും മതിൽക്കെട്ടുകളും ഇല്ലാത്ത അഗ്രഹാരങ്ങൾ. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പല വീടുകൾക്കും വന്നു കഴിഞ്ഞു. പുതിയ തലമുറ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നേറിയതുമൂലം പലരും നഗരങ്ങളിലെ ഫ്ലാറ്റുകളിലേക്ക് കുടിയേറി. അനേകം വീടുകൾ പൊളിച്ച് പുതിയ രീതിയിലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതു. സമ്പന്നമായൊരു സംസ്കാരത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നിലയ്ക്കാതിരിക്കാൻ ഇവിടം ഒരു പൈതൃക ഗ്രാമമാക്കി മാറ്റി മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴമയുടെ ഈ അവശേഷിപ്പുകളെയെങ്കിലും സംരക്ഷിച്ചു നിർത്തിയില്ലെങ്കിൽ പൗരാണികമായൊരു അഗ്രഹാര സംസ്കൃതി ഓർമ്മയായി പോകുമെന്നൊരു കാലം വിദൂരമല്ല.